ഓം ശ്രീകൃഷ്ണായ നമഃ. എல்லோருக்கும் நமஸ்காரம். இது ஸ்ரீமன் நாராயணியத்திலிருந்து தசகம் 35 ஸ்ரீராமசரிதம். சுக்ரீவ சக்கியவும் ബാലിവധവും. ശ്ലോകം 1. നീതസുഗ്രീവമൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ഛൈ ക്ഷിപ്ത്വാങ്കുഷ്ഠേന ഭൂയോ ലുലവിധയുഗപത്പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യാം വർഷാവേളാമനൈഷീർ വിരഹതരളിതസ്ത്വം മദംഗാശ്രമാന്തേ. നീതഃ സുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേഃ കായം ഉച്ചൈഃ ക്ഷിപ്ത്വാ അങ്കുഷ്ഠേന ഭൂയഃ ലുലവിധ യുഗപത് പത്രിണാ സപ്ത സാലാൻ ഹത്വാ സുഗ്രീവ ഘാത ഉദ്യതം അതുല ബലം ബാലിനം വ്യാജവൃത്യ വർഷാ വേളാം അനൈഷീഹി വിരഹ തരളിതഃ ത്വം മദംഗ ആശ്രമ അന്തേ. തദനു ഹനുമതാ സുഗ്രീവസഖ്യം നീതഃ ത്വം. அதற்கு பிறகு ஹனுமாரால் சுக்ரீவ சக்கியம் செய்யப்பட்டு துந்துபேகே காயம் அங்குஷ்டேன உச்சேகி ஷிப்த்வா. துந்துபி என்ற அசுரனுடைய உடம்பை காலின் பெருவிரலால் உயரே எடுத்தெறிந்துவிட்டு பூயக பத்ரினா சப்தசாலான் யுகபத் ലുലവിത. ഒരേ ബാണത്താൽ 7 സാലമരങ്ങളെ ഒരേ സമയം വെട്ടിവീഴ്ത്തിനെ സുഗ്രീവ ഘാതോദ്യതം അതുലബലം ബാലിനം വ്യാജവൃത്യാ ഹത്വാ. സുഗ്രീവനെ കൊല്ല വந்த അതുല്യ ശക്തിയായിരിக்கிற ബാലിയെ മറൈവാக கொன்றுவிட்டு വർഷാവേലാം ത്വം വിരഹതരിളിതഃ. വർഷക്കാലം മുഴുവതും നിന്തിരുപടി സീതാവിരഹ ദുഃഖത്തെ അനുഭവിച്ചു കൊണ്ട് മദംഗാശ്രമാന്തേ അനൈഷീഹി. മദംഗ മഹർഷിയുടെ ആശ്രമത്തിൻ പക്കത്തിൽ നാളെ കഴിത്തു കൊണ്ടിരുந்தேள். அதற்கு பிறகு ஹனுமரால் சுக்ரீவ சக்கியம் செய்து வைக்கப்பட்டு உமது சக்தியை நிரூபிக்க மலை போன்ற துந்துபியின் எலும்பு கூட்டத்தை കാൽ കടൈവിരലാൽ ഉയരത്തിൽ എറിഞ്ഞും ഒരേ ബാണത്താൽ 7 സാലമരങ്ങളെ ഒരേ സമയം വെട്ടിവീഴ്ത്തിനേർ. സുഗ്രീവനെ കൊല്ല മുയன்று கொண்டிருந்த അവൻ തമ്പി ബാലിയെ மறைவாக கொன்றுவிட்டு சீதையின் பிரிவால் வருத்தத்திலிருந்த நீங்கள் மாதங்க முனிவரின் ஆசிரமத்திற்கு பக்கத்தில் மழைக்காலத்தை கழித்தீர். നീതസുഗ്രീവമൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ഛൈ ക്ഷിപ്ത്വാങ്കുഷ്ഠേന ഭൂയോ ലുലവിധയുഗപത്പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേളാമനൈഷീർ വിരഹതരളിതസ്ത്വം മദംഗാശ്രമാന്തേ. ശ്ലോകം 2. വാനരന്മാர்கள் எல்லா ദിക്കിലും സീതാ അന്വേഷണത്തെ നടത്തുகிறார்கள். സുഗ്രീവേണാനുജോക്ത്യാ സഭയമഭിയതാ വ്യൂഹിതാം വാഹിനീം താം ഹൃക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമധദയിതാ മാർഗണായാവനമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കവിഭിരപി തദാ ത്വത്പ്രിയാ സപ്രയാസൈ. സുഗ്രീവേണ അനുജ ഉക്ത്യാ സഭയം അഭിയത വ്യൂഹിതാം വാഹിനീം താം ഹൃക്ഷാണാം വീക്ഷ്യ ദിക്ഷു
ദ്രുതം അധ ദയിത മാർഗണായ അവനമ്രാം സന്ദേശം ച അങ്കുലീയം പവനസുതകരേ പ്രാദിശഃ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കവിഭിഃ അഭി തദാ ത്വത്പ്രിയ സപ്രയാസൈഃ. അത അനുജോക്തിയ சபயம் அபியதா சுக்ரீவேண. அதன் பிறகு உமது தம்பி கூறிய வார்த்தைகளை கேட்டு பயந்த சுக்ரீவன், വ്യൂഹിതാം വൃക്ഷാണാം താം വാഹിനീം ദ്രുതം ദിക്ഷു ദയിതാമാർഗണായ അവനമ്രം വീക്ഷ്യ. വാനര സൈന്യങ്ങളെ എല്ലാ ദിക്കിലും അണിവകുത്ത് നിன்றுകൊണ്ട് உமது மனைவியான சீதையை தேடுவதற்காக வணக்கத்துடன் நின்ற வானரசேனியை பார்த்து, துவம் மோதசாலி சந்தேசம் அங்குலீயம் ச பவனசுதகரே பிராதிசகா. நீர் சந்தோஷத்துடன் தூதும் மோதிரவும் ஹனுமானுடைய கையில் கொடுத்தீர். ததா கபிபிகி அபி സപ്രയാസൈഹി മാർഗേ മാർഗേ ത്വത്പ്രിയ മമാർഗേ. அப்பொழுது வானரக்கூட்டங்கள் சிரமப்பட்டு எல்லா திக்கிலும் உம்முடைய மனைவியான சீதையை தேடினார்கள். அதன் பிறகு உமது தம்பி கூறிய வார்த்தைகளை கேட்டு பயந்து உம்மிடம் வந்த சுக்ரீவனால் எல்லா திக்குகளிலும் விரைந்து உமது மனைவியை தேடுவதற்காக வணக்கத்துடன் அணிவகுத்து நின்ற வானரசேனையை பார்த்து சந்தோஷத்துடன் இருந்த நீர் வாயுகுமாரனிடம் தூது செய்தியை கூறி அங்குலியத்தையும் கொடுத்தீர். உடனே வானரர்கள் மிக முயற்சியுடன் ஒவ்வொரு மார்க்கத்திலும் உமது மனைவியை தேடலானார்கள். மழைக்காலம் கழிந்ததும் சுக்ரீவன் சீதா அன்வேஷணத்திற்காக வரவில்லை. அதை பார்த்து ஸ்ரீராமன் லக்ஷ்மணனை கிஷ்கிந்தா ஊருக்கு அனுப்பினார். லக்ஷ்மணனுடைய வார்த்தைகளை கேட்டு பயந்த சுக்ரீவன் சீக்கிரமாக வானர சைன்யங்களை வரவழைத்து சீதாவை தேட தயாரானார்கள். உடன் ஸ்ரீராமன் ஹனுமானை பிரத்யேகமாக கூப்பிட்டு சந்தேசവും அடையாளத்திற்கு தன்னுடைய பெயர் வைத்த மோதிரவும் கையில் கொடுத்தார். എല്ലാ ദിക്കിലും വാനരകൾ ശ്രമപ്പെട്ട് സീതയെ തേടിനാர்கள். സുഗ്രീവേണാനുജോക്ത്യാ സഭയമഭിയതാ വ്യൂഹിതാം വാഹിനീം താം ഹൃക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമധദയിതാ മാർഗണായാവനമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കവിഭിരഭി തദാ ത്വത്പ്രിയാ സപ്രയാസൈ. ശ്ലോകം 3. ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ சென்று മോതിരത്തെ സീതയ്ക്ക് കൊടുത്താர். ചൂടാരത്നം വാങ്ങിക്കൊണ്ട് ശ്രീരാമനുക്കും കൊടുത്താർ. ത്വദ്വാർത്താ കർണനോദ്യത് ഗരുദുരുജവ സമ്പാദി സമ്പാദി വാക്യ പ്രോത്തീർണാർണോധിരന്തർനഗരിജനഗജാം വീക്ഷ്യ ദത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണചനരണഃ സോഢബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഝടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ത്വത് വാർത്ത ആകർണന ഉദ്യത് ഗരുത് ഉരു ജവ സമ്പാദി സമ്പാദി വാക്യ പ്രോത്തീർണ അർണോധിഃ അന്തഃ നഗരി ജനകജാം വീക്ഷ്യ ദത്വാ അങ്കുലീയം പ്രക്ഷുദ്യ ഉദ്യാനം അക്ഷക്ഷപണ ചണരണഃ സോഢബന്ധഃ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഝടിതി സഹ ഹനുമാൻ മൗലിരത്നം ദദൗ തേ.
ത്വദ്വാർത്താകർണനോദ്ഗുരു ജവ സമ്പാദി വാക്യ പ്രോത്തീർണാർണോദിഹി. ഉമത് കഥയെ കേട്ടതും சம்பாதி என்ற கழுகரசன் எரிந்து போன அவனுடைய சிறகு முளைத்து மிக வேகத்தில் பறந்து அவனுடைய வார்த்தைகளை கேட்டு சமுத்திரம் சாடின സഹ ഹനുമാൻ. அந்த ഹനുമാൻ അന്തർനഗരി ജനകജാം വീക്ഷ്യ. ലങ്കാനഗരിയിലുള്ള സീതയെ കണ്ട അങ്കുലീയം ദത്വ മോതിരത്തെ കൊടുത്ത് ഉദ്യാനം പ്രക്ഷുദ്യ അശോകോദ്യാനം തകർത്ത് അക്ഷക്ഷപണ ചണരണ യുദ്ധത്തിൽ അക്ഷകുമാരനെ വധിത്ത് സോഢബന്ധ ദശാസ്യം ദൃഷ്ടുവ ബ്രഹ്മാസ്ത്രത്താൽ ഏർപ്പെട്ട ബന്ധനത്തെ പൊറുത്തുകൊണ്ട് രാവണനെ കണ്ട് ലങ്കാം ച പ്ലുഷ്ടുവ ധടിതി തേ മൗലിരത്നം ദദൗ. ലങ്കയെയും ദഹിപ്പിച്ച് ശീഘ്രമേ തിരുമ്പി വന്ന് ഉമ്മിടം ചൂടാരത്നത്തെ കൊടുത്താർ. ഉമത് வரலாற்றை கேட்டு சம்பாதி என்ற கழுகரசன் எரிந்து போன தனது சிறகு முளைக்கப்பெற்று அதனால் மிக வேகமாக பறக்கக்கூடியவனானான். அந்த சம்பாதி கூறியதை கேட்டு ஹனுமான் கடலை தாண்டி கடல் நடுவிலிருந்த நகரில் சீதையை கண்டு அங்குலியத்தை கொடுத்து அசோகவனத்தை அழித்து போரில் அக்ஷகுமாரனை கொன்று பிரம்மாஸ்திரத்தால் ஏற்பட்ட பந்தனத்தை பொறுத்து கொண்டு രാവണനെ പാർത്ത് ലങ്കയെയും എരുത്തുവിട്ട് ശീഘ്രമേ തിരുമ്പി വന്ന് ഉമ്മിടം ചൂടാമണിയെ കൊടുത്താർ. സമ്പാതി എன்ற പക്ഷി ശ്രേഷ്ഠൻ തമ്പിயான ജടായുവുடன் ഒരു വേഗ പറക്കൽ പരീക്ഷை பண்ணினதில் சூரியரശ്மி தட்டி சிறகு எரிந்து போனதினால் பறக்க முடியவில்லை. சீதா அன்வேஷணத்திற்காக போன அங்காதி வானரന്മാர்களிலிருந்து ஸ்ரீராமனுடைய கதையை கேட்டதினால் சிறகு முளைத்து வந்தது. அவருக்கு பறக்க முடிந்தது. பறந்துயர்ந்து ஸ்ரீலங்கையில் சீதா இருக்குமிடம் நோக்கி சென்று அந்த விவரத்தை வானரன்மாரை தெரிவித்தார். உடன் ஹனுமான் சமுத்திரம் சாடி கிடந்து இலங்கையில் சென்று சீதையை பார்த்து ராமன் கொடுத்தனுப்பின மோதிரத்தை சீதைக்கு கொடுத்தார். சீதை கொடுத்தனுப்பின ചൂടാരത്നത്തെ രാമനുക്കും കൊണ്ടുവന്നു കൊടുത്താർ. ത്വദ്വാർത്താകർണനോദ്യത് ഗരുദുരുജവ സമ്പാദി വാക്യ പ്രോത്തീർണാർണോധിരന്തർനഗരിജനഗജാം വീക്ഷ്യ ദത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണചനരണഃ സോഢബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഝടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ശ്ലോകം 4. ത്വം സുഗ്രീവാംഗദാദി പ്രബലകപിചമൂചക്രവിക്രാന്തഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രീയമാണ തത്പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്ഥ്യരോഷ പ്രാസ്താഗ്നേയാസ്ത്രതേജ സ്ത്രസദുദധിഗിരാലബ്ധവാൻ മധ്യമാർഗം. ത്വം സുഗ്രീവ അംഗദ ആദി പ്രബല കപി ചമു ചക്ര വിക്രാന്ത ഭൂമി ചക്രഃ അഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്ര അനുജ ആശ്രീയമാണഃ തത് പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥന അപാർത്ഥ്യ രോഷ പ്രാസ്ത ആഗ്നേയ അസ്ത്ര തേജഃ ത്രസദ് ഉദധി ഗിരാ ലബ്ധവാൻ മധ്യമാർഗം. ത്വം സുഗ്രീവാംഗദാദി പ്രബല കപി ചമൂ ചക്ര വിക്രാന്ത ഭൂമി ചക്രഃ അഭിക്രമ്യ. நீர் சுக்ரீவன் அங்கன் முதலான பிரபல வானரன்மார்களுடைய சைன்ய சமூகங்களை கொண்டு பூமண்டலம் தாண்டி ஆக்கிரமித்து கொண்டு புறப்பட்டு வந்ததும் பாரே ஜலதி
നിശിചരേന്ദ്രാനുജാ ശ്രീയമാണക സമുദ്രതീരത്തിൽ രാവണനുடைய தம்பியால் உம்மை சரணமடைந்து ரகசி தத் പ്രോക്താം ശത്രുവാർത്താം നിശമയൻ വിഭീഷണൻ കൂറിയ രഹസ്യமான ശത്രുവൃത്താന്തത്തെ കേട്ട് പ്രാർത്ഥനാഭാർത്യ രോഷ പ്രാസ്ഥാഗ്നേയാസ്ത്ര തേജത്രസദുദതി ഗിര മധ്യമാർഗം ലബ്ധവാൻ സമുദ്രരാജനിടം ഉമത് പ്രാർത്ഥനയെ ബലിക്കാത്തതിനാൽ എഴുந்த കോപത്താൽ ഏവിയ ആഗ്നേയാസ്ത്രத்துக்கு ഭയந்து സമുദ്രരാജൻ മുൻവந்து കൂറിയ വാർത്തയാൽ മധ്യമാർഗം ലബ്ധവാൻ സമുദ്രത്തിൻ നടുവിൽ വഴി கிடைத்தது. നീർ സുഗ്രീവൻ അംഗദൻ മുതലിയോരുടൻ കൂടിയ പ്രബലமான വാനരസേനയുടൻ ഭൂമണ്ഡലത്തെ താണ്ടി കടൽക്കரை വന്നതും അസുരനുடைய തമ്പി വിഭീഷണൻ ഉമ്മെ ശരണമടൈந்து കൂറിയ രഹസ്യமான ശത്രുവൃത്താന്തത്തെ കേട്ട നീർ സമുദ്രരാജനിടം ഉമത് വേണ്ടുകോൾ ഫലിക്കാത്തതിനാൽ എഴുந்த കോപത്താൽ ഏവിയ ആഗ്നേയാസ്ത്രத்துக்கு ഭയந்து സമുദ്രരാജൻ പിറகு മുൻവந்து കൂറിയ മൊഴിയാൽ സമുദ്രത്തിൻ നടുവിൽ വഴിയെ അടയുന്നവരാനീർ. ശ്രീരാമൻ വാനര സൈന്യത്തുടൻ സമുദ്രക്കരയിൽ വന്നതും രാവണനുடைய തമ്പി விபீஷணன் ராமனே சரணமடைந்து அண்ணனுடைய ரகசியமெல்லாம் ஸ்ரீராமனிடம் கூறினார். சிறை கட்ட வழி வேண்டும் என்று ஸ்ரீராமன் சமுத்திரத்திடம் வேண்டிக் கொண்டார். சமுத்திரம் அனுசரிக்கவில்லை. அது தெரிந்ததும் ஸ்ரீராமன் சமுத்திரத்தை வற்ற வைக்க ஆக்னேயாஸ்திரம் பிரயோகிக்க பார்த்ததும் சமுத்திரம் பயந்து வந்து பகவானை வந்தித்து சமுத்திர மத்தியத்தில் வழியே கொடுத்தார். ത്വം സുഗ്രീവാംഗദാദി പ്രബല കപിചമൂചക്രവിക്രാന്തഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രീയമാണ തത്പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്ഥ്യരോഷപ്രാസ്താഗ്നേയാസ്ത്രതേജ സ്ത്രസദുദധിഗിരാലബ്ധവാൻ മധ്യമാർഗം. ശ്ലോകം 5. കീശൈരാശാന്തരോപാഹൃതഗിരിനിഗരൈ സേതുമാധാപ്യയാദോ യാതുന്യാമർദ്യദംഷ്ട്രാ നഖശിഖരിശിലാസാലശസ്ത്രൈ സ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്ര വേഗാദ്നാഗാസ്ത്രബദ്ധ പദഗപതികരുന്മാരുതൈർമോചിതോ ഭൂ. കീശൈഃ ആശാന്തര ഉപാഹൃത ഗിരി നിഗരൈഃ സേതും ആധാപ്യ യാതഃ യാതൂനി ആമർദ്യ ദംഷ്ട്രാ നഖ ശിഖരി ശിലാ സാല ശസ്ത്രൈഃ സ്വസൈന്യൈഃ വ്യാകുർവൻ സാനുജഃ ത്വം സമരഭുവി പരം വിക്രമം ശക്ര ജേത്ര വേഗാത് നാഗ അസ്ത്ര ബദ്ധഃ പദഗ പതി ഗരുദ് മാരുതൈഃ മോചിതഃ അഭൂഃ. ആശാന്തരോപാഹൃതഗിരിനിഗരൈഃ കീശൈഃ സേതും ആദാപ്യ യാതഃ. പല ദിക്കുകളിലിരുന്നും കൊണ്ടുവരപ്പെട്ട പർവ്വതങ്ങളാൽ വാനര സൈന്യങ്ങൾ അണയെ കെട്ടി ലങ്കை சென்று ദംഷ്ട്രാ നഖ ശിഖരി ശിലാ സാല ശസ്ത്രൈഃ സ്വസൈന്യൈഃ യദൂനി ആമർദ്യ. പല്ലും നഖവും കുன்றுകളും പാറകളും മരങ്ങളും ആയുധമാക്കിക്കൊണ്ട് ഉമത് സേനാബലത്താൽ അസുരർകളെ കൊன்றுവിട്ടീർ. സമരഭുവി പരം വിക്രമം വ്യാകുർവൻ. പോർക്കളത്തിൽ ഉത്തമமான പരാക്രമത്തെ ചെയ്ത് ത്വം സാനുജഃ ഉമത് തമ്പി ലക്ഷ്മണനെയും ശക്രജേത്ര ഇന്ദ്രജിത്ത് നാഗാസ്ത്രബന്ധഃ നാഗാസ്ത്രം കൊണ്ട് കട്ടിയതും വേഗാത്
പതകപതി ഗരുത് മാരുതേഹി മോചിതഃ അഭൂത്. വേഗത്തിൽ ഗരുഡൻ വന്ന് சிறகடி காத்தினால் விரைவில் விடுவிக்கப்பட்டது. வானரர்களால் பல திக்குகளிலிருந்து கொண்டு வரப்பட்ட குன்று குவியல்களால் அணையை கட்டி ലങ്കയ്ക്ക് சென்றீர். പല്ലും നഖവും കുன்றுകളും പാറകളും മരങ്ങളും ആയുധങ്ങളും ആകൊണ്ട് ഉമത് സേനാബലത്താൽ അസുരർകളെ കൊன்றுவிட்டீர். போர்க்களத்தில் உத்தமமான பராக்கிரமத்தை உமது தம்பியுடன் கூடி காட்டுகையில் இந்திரஜித்தின் நாகாஸ்திரத்தினால் கட்டுப்பட்ட பிறகு கருடனின் இறக்கை காற்றால் விரைவில் விடுவிக்கப்பட்டீர். കീശൈരാശാന്തരോപാഹൃതഗിരിനികരൈ സേതുമാധാപ്യയാദോ യാതുന്യാമർദ്യദംഷ്ട്രാ നഖശിഖരിശിലാസാലശസ്ത്രൈ സ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്ര വേഗാദ്നാഗാസ്ത്രബദ്ധ പതകപതികരുന്മാരുതൈർമോചിതോ ഭൂ. ശ്ലോകം 6. സൗമിത്രിസ്ത്വത്ര ശക്തി പ്രഹൃതികളദസൂർവാദജാനീത ശൈലഘ്രാണാത് പ്രാണാനുപേതോ വ്യകൃണുത കുസൃതിശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃദ സ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലമഖിലചമൂ ഭക്ഷിണം യക്ഷിണോസ്ത്വം. സൗമിത്രിഃ തു അത്ര ശക്തി പ്രഹൃതി ഗളദ് അസുഃ വാദജ ആനീത ശൈല ഘ്രാണാത് പ്രാണാൻ ഉപേതഃ വ്യകൃണുത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണ വചന ഹൃദ സ്തംഭനഃ കുംഭകർണം സംപ്രാപ്തം കമ്പിത ഉർവീതലം അഖില ചമൂ ഭക്ഷിണം വ്യക്ഷിണോ സ്ത്വം. അത്ര சக்திபிரகிருதிகளதசுஹு. போரில் வேல் என்ற ஆயுதத்தால் தாக்கப்பட்டு ஜீவன் போன வாதஜானீத சைலக்ராணாத் பிராணான் உபேதஹ. ஹனுமனால் கொண்டு வந்த ஔஷத செடியின் கந்தத்தினால் ஜீவன் திருப்பி கிடைத்த சௌமித்ரிஹி து. ലക്ഷ്മണനാകട്ടും കുസൃതി ശ്ലാഘിനം മേഘനാദം വ്യഘൃണത. കപടയുദ്ധത്തിൽ പ്രസിദ്ധനാன ഇന്ദ്രജിത്തെ വധം ചെയ്ത് മായാക്ഷോഭേഷു വൈഭീഷണ വചനഹൃദസ്തംഭനഃ ത്വം. അസുരന്മാർകൾ നിമിത്തം മനക്ലേശമുണ്ടാன സമയത്തിൽ விபீஷனுடைய வார்த்தைகளால் மனசமாதானம் கிடைத்த நீர் கம்பிதோர்வீதலம் சம்பிராப்தம் அகில சமூபக்ஷிணம் கும்பகர்ணம் வெக்ஷிணோகோ. അതിര ചെയ്ത സേനകളെയെ ഭുജിക്കാൻ തുടങ്ങിയ കുംഭകർണനെയും കൊன்றுவிட்டீர். പോരിൽ ലക്ഷ്മണൻ സുത്തി ആയുധത്തെ താക്കപ്പെട്ട് മൂച്ചു നിன்றுപോയി ഹനുമരാൽ കൊണ്ടുവരപ്പെട്ട സഞ്ജീവിനി ഔഷധമലയെ முகர்ந்து பிராணனை அடைந்த பிறகு மாயையின் பெருமையால் கர்வித்திருந்த இந்திரஜத்தை கொன்று முடித்தார். அசுரர்களுடைய மாயையால் போரில் குழப்பம் ஏற்பட்ட பொழுது விபீஷணனுடைய யோஜனையால் நீர் மனக்கலக்கம் நீங்கியவரானீர். பூமியை அதிர செய்து கொண்டு வந்த சேனைகளையே புஜிக்க தொடங்கிய கும்பகர்ணனை வதம் செய்தீர்.
സൗമിത്രിസ്ത്വത്ര ശക്തി പ്രഹൃതികളദസൂർവാദജാനീത ശൈലഘ്രാണാത് പ്രാണാനുപേതോ വ്യകൃണുത കുസൃതിശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃദ സ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലമഖിലചമൂ ഭക്ഷിണം യക്ഷിണോസ്ത്വം. ശ്ലോകം 7. ഗൃഹ്ണൻ ജംഭാരി സംപ്രേഷിതരഥകവചൗ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ഭിന്ദൻ ഗളതതിമബലാമഗ്നിശുദ്ധാം പ്രഗൃഹ്ണൻ ദേവശ്രേണീവരോജ്ജീവിതസമരമൃതൈർ അക്ഷതൈർക്ഷശൃംഖൈർ ലങ്കാഭർത്രാ ച സാകം നിജനഗരമഗാ സപ്രിയ പുഷ്പകേണ. ഗൃഹ്ണൻ ജംഭാരി സംപ്രേഷിത രഥ കവചൗ രാവണേന അഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണ അസ്യ ഭിന്ദൻ ഗള തതിം അബലാം അഗ്നിശുദ്ധാം പ്രഗൃഹ്ണൻ ദേവ ശ്രേണീ വര ഉജ്ജീവിത സമര മൃദൈഃ അക്ഷതൈഃ ഹൃക്ഷ സംഘൈഃ ലങ്കാ ഭർത്രാ ച സാകം നിജ നഗരം അഗാഹ സപ്രിയഃ പുഷ്പകേണ. ത്വം ജംബാരി സംപ്രേക്ഷിത രഥകവചൗ கிரகணன். நீ தேவேந்திரன் கொடுத்தனுப்பின தேரும் மார்ச்சட்டையும் சீகரித்து ராவணேன அபியுத்தியன் பிரம்மாஸ்திரேண அஸ்ய ഗളധതിം ബിന്ദൻ. രാവണനുടൻ യുദ്ധം ചെയ്ത് ബ്രഹ്മാസ്ത്രത്തിനാൽ അവനുடைய തലയെ വെട്ടി അഗ്നിശുദ്ധാം അബലാം പ്രഗൃഹണൻ. അഗ്നിപ്രവേശത്താൽ പുനിതமான സീതയെ സ്വീകരിத்து കൊണ്ടീർ. ദേവശ്രേണീർ വരോർജീവിത സമരമൃദ്യൈഃ അക്ഷതൈഃ ഋഷസംഗൈഃ ലങ്കാഭർത്താ ച സാകം. യുദ്ധത്തിൽ ഇറந்த பிறகு தேவகணங்களின் வரப்பிரசாதத்தால் மீண்டும் உயர்த்தெழுந்த വാനര കൂട്ടങ്ങളുടനും മറ്റു സേനാ വീരர்களுடനും പുതിയ ലങ്കാധിപതിயான വിഭീഷണനുടനും സപ്രിയക പുഷ്പകേണ നിജനഗരം അഗാഹ. പ്രിയയാന സീതാദേവിയുமாக പുഷ്പക വിമാനത്തിൽ ഏറിക്കൊണ്ട് നീർ ഉമത് നഗരത്തിற்கு എഴുந்தരുളിനീർ. ഗൃഹ്ണൻ ജംഭാരി സംപ്രേഷിതരഥകവചൗ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ഭിന്ദൻ ഗളതതിമബലാമഗ്നിശുദ്ധാം പ്രഗൃഹ്ണൻ ദേവശ്രേണീവരോജ്ജീവിതസമരമൃതൈർ അക്ഷതൈർക്ഷശൃംഖൈർ ലങ്കാഭർത്രാ ച സാകം നിജനഗരമഗാ സപ്രിയ പുഷ്പകേണ. ശ്ലോകം 8. പ്രീതോ ദിവ്യാഭിഷേകൈരയുധസമധികാൻ വത്സരാൻ പര്യരംസീർമൈഥില്യാം പാപവാച ശിവ ശിവ കില താം ഗർഭിണീമഭ്യഹാസി ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയ ശൂദ്രപാശം താവദ്വാൽമീകി ഗേഹേ കൃതവസതിരുപാസൂദസീതാസുദൗ തേ. പ്രീതഃ ദിവ്യ അഭിഷേകൈഃ അയുധ സമധികാൻ
വത്സരാൻ പര്യരംസീഹി മൈഥില്യാം പാപവാച ശിവ ശിവ കില താം ഗർഭിണീം അഭ്യഹാസീഹി ശത്രുഘ്നേന അർദ്ധയിത്വാ ലവണ നിശിചരം പ്രാർത്ഥയഃ ശൂദ്രപാശം താവത് വാൽമീകി ഗേഹേ കൃത വസതിഃ ഉപാസൂത സീതാ സുതൗ തേ. ത്വം ദിവ്യാഭിഷേകൈഃ പ്രീതഃ അയുധസമാധികാൻ വത്സരാൻ പര്യരംസി. நீர் திவ்யமான பட்டாபிஷேகத்தால் பிரீதி அடைந்து 10,000க்கும் மேல் அதிகமான வருஷங்கள் சௌக்கியமாக வசித்து வந்தீர். மைதில்யாம் பாபவாஜ கர்ப்பிணீம் தாம் അഭ്യഹാസീഹി കില ശിവശിവ. സീതാദേവിയെക്കുറിച്ച് അപവാദ പേച്ചെ കേട്ട് ഗർഭിണിയായിരുന്നവളെ ത്യാഗം ചെയ്തീർ. കഷ്ടം കഷ്ടം. ശത്രുഘ്നേന ലവണനിശിചരം അർദ്ധയിത്വാ ശൂദ്രപാശം പ്രാർത്ഥയഃ. ശത്രുഘ്നനെ കൊണ്ട് ലവണാസുരനെ വധം செய்ய வைத்து அதற்கு பிறகு அதார்மிகனான சம்புகன் என்ற சூத்ரனை வதித்தீர். தாவத் வால்மீகி கேஹே கிருதவசதிஹி சீதா தே சுதௌ உபாசூதா. அப்பொழுது வால்மீகி ஆசிரமத்தில் வசித்து வந்த சீதாதேவி உம்முடைய 2 புத்திரங்களை அதானது குசலவர்களை பிரசவித்தாள். ദിവ്യமான பட்டாபிஷேகத்தால் பிரீதியடைந்த நீர் 10,000ற்கு அதிகமான வருஷங்கள் சுகமாக அயோத்தியில் வசித்தீர். சீதையை பற்றி அபவாத பேச்சை கேட்டு கர்ப்பிணியாயிருந்தவளை தியாகம் செய்தீர். கஷ்டம் கஷ்டம். ലവണാസുരനെ ശത്രുഘ്നെ കൊണ്ട് അഴിത്തീർ. തകുതിയற்ற ശൂദ്രനുடைய തവത്തിനാൽ ഏർപ്പെട്ട ബന്ധത്തെ അവനെ കൊണ്ട് கொன்றேல். அந்த சமயத்தில் வால்மீகி ஆசிரமத்தில் வசித்து வந்த சீதை உம்முடைய புத்திரங்களான குசலவர்களை பிரசவித்தார். പ്രീതോ ദിവ്യാഭിഷേകൈരയുധസമധികാൻ വത്സരാൻ പര്യരംസീർമൈഥില്യാം പാപവാച ശിവ ശിവ കില താം ഗർഭിണീമഭ്യഹാസി ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയഃ ശൂദ്രപാശം താവദ്വാൽമീകി ഗേഹേ കൃതവസതിരുപാസൂത സീതാസുതൗ തേ. ശ്ലോകം 9. വാൽമീകേസ്ത്വത്സുതോദ്ഗാപിതമധുരകൃതേരാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തു കാമേ ക്ഷിതിമവിശദസൗ ത്വം ചകാലാർത്ഥിതോ ഭൂഃ ഹേതോ സൗമിത്രിഘാതി സ്വയമധസരയൂമഗ്നനിശേഷഭൃത്യൈ സാഗം നാഗം പ്രയാതോ നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം. വാൽമീകേഃ ത്വത് സുത ഉദ്ഗാപിത മധുര കൃതേഃ ആജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയി ആപ്തുകാമേ ക്ഷിതിം അവിശദ് അസൗ ത്വം ച കാല അർത്ഥിതഃ അഭൂഃ. ഹേതോഃ സൗമിത്രി ഘാതി സ്വയം അധ സരയൂ മഗ്ന നിശേഷ ഭൃത്യൈഃ സാഗം നാഗം പ്രയാതഃ നിജ പദം അഗമഃ ദേവ വൈകുണ്ഠം ആദ്യം.
യജ്ഞവാടേ ത്വത്സൂതോദ്ഘാപിത മധുരകൃതേः വാത്മീകേः ആജ്ഞയാ. உமது யாகசாலையில் உம்முடைய புத்திரர்களான லவர்களை கொண்டு ராமாயணம் என்ற காவியத்தை கானம் செய்ய வைத்த வால்மீகி மகர்ஷியுடைய கட்டளையால் துயி சீதாம் ஆப்தகாமே, நீர் சீதாதேவியை ஸ்வீகரிக்க விரும்பிய பொழுது அசோ க்ஷிதிம் அவிஷத், அந்த சீதாதேவி பூமிக்குள் பிரவேசித்து விட்டாள். துவம் ச காலார்த்திதக அபோகோ, நீரும் காலதேவனால் சொர்க்காரோகணத்திற்கு காலம் வந்துவிட்டது என்று தெரிவித்ததினால் அத தேவா, பிறகு பகவானே நீர் ஹேதோகோ சௌமித்ரீகாதி, பிறகு ஒரு காரணத்தால் லக்ஷ்மணனை பரித்தியாகம் செய்தீர். ஸ்வயம் சரயுமக்ன நிசேஷ பிருத்தேகி சாகம் நாகம் பிரயாதகா, அதற்கு பிறகு சரையு நதியில் சகல விருத்திஜனங்களோடு கூடி சொர்க்கத்திற்கு சென்று ஆദ്യം நிஜபதம் வைகுண்டம் அகமகா, உம்முடைய ஆதிவாசஸ்தானமான வைகுண்டத்திற்கு எழுந்தருளினீர். தேவதேவா, வால்மீகியின் கட்டளையால் உமது யாகசாலையில் உமது புத்திரர்களால் இனிமையான ராமாயணம் பாடப்பட்ட பொழுது நீர் சீதையை அங்கே காண விரும்பியதினால் அங்கு வந்தபொழுது அவள் பூமிக்குள் பிரவேசித்து விட்டாள். பிறகு நீரும் காலதேவரால் வைகுண்டம் திரும்பும்படி பிரார்த்திக்க பெற்றவரானேள். அச்சமயம் ஒரு காரணத்தால் லக்ஷ்மணருடைய மரணத்திற்கும் காரணமானீர். நீரும் மிருத்யஜனங்களுடன் தேவலோகத்திற்கு புறப்பட்டு உம்முடைய அதிவாசஸ்தானமான வைகுண்டத்திற்கு எழுந்தருளினீர். വാൽമീകേസ്ത്വത്സുതോദ്ഗാപിത മധുരകൃതേരാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തു കാമേ ക്ഷിതിമവിശദസൗ ത്വം ച കാലാർത്ഥിതോ ഭൂ ഹേതോ സൗമിത്രിഘാതി സ്വയമധ സരയൂമഗ്നനിശേഷഭൃത്യൈ സാഗം നാഗം പ്രയാതോ നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം. ശ്ലോകം 10. സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്യജനമഭി കാമധർമാദിസക്ത്യാ നോ ചേത് സ്വാത്മാനുഭൂതേ ക്വനു തവ മനസോ വിക്രിയാ ചക്രപാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധുനു വ്യാധിതാപാൻ. സഹ അയം മർത്യ അവതാരഃ തവ ഖലു നിയതം മർത്യ ശിക്ഷാർത്ഥം ഏവം വിശ്ലേഷ ആർത്തിഃ നിരാഗഃ ത്യജനം അഭി ഭവേത് കാമ ധർമ്മ അതിസക്ത്യാ നോ ചേത് സ്വാത്മാ അനുഭൂതേഃ ക്വ നു തവ മനസഃ വിക്രിയാ ചക്രപാണേ സ ത്വം സത്വ ഏകമൂർത്തേ പവനപുരപദേ വ്യാധുനു വ്യാധിതാപാൻ. தவ சக அயம் மர்த்தியாவதாரக, உம்முடைய பிரசித்தமான இந்த மனுஷ்யாவதாரம் ஏவம் காம தர்மாதிசக்தியா விஸ்லேஷார்த்தி நிராகஸ்தியஜனம் அபி பவேத். இதுபோல் കാമത്തിലും ധർമ്മത്തിലും അത്യാസക്തി വരുവതിനാൽ വിരഹദുഃഖവും നിരപരാധികളെ ത്യാഗം ചെയ്വതും ഏർപ്പെടും. ഇത് മർത്യശിക്ഷാർത്ഥം ഖലു നിയതം என்று மனிதர்களுக்கு பாடம் கற்பிப்பதற்காகவே ஆகும் என்பது நிச்சயம்.
നോ ചേത് ചക്രപാണേ ഇല്ലാവിട്ടാൽ കാലസ്വരൂപமான സുദർശന ചക്രം കയ്യിലിരിക്കുന്ന ഭഗവാനെ സ്വാത്മാനുഭൂതേഹ തവ മനസഹ വിക്രിയ ക്വാനു பிரம்மானந்தத்தை அனுபவித்து கொண்டிருக்கிற உமக்கு மனவிகாரம் எங்கே? ಸತ್ವೇಕಮೂರ್ತೆ ಶುದ್ಧ ಸತ್ವಸ್ವರೂಪನಾಗಿಯ ಗುರುವಾಯೂರಪ್ಪ ಪವನಪುರಪದೇ ಸಹ ತ್ವಂ வியாதிதாபான் வியாதனு அப்படிப்பட்ட குருவாயூரப்பா நீர் என் வியாதியை மாற்றி கொடுக்கணுமே. உமது இந்த மனுஷாவதாரம் மனிதர்களுக்கு பாடம் கற்பிப்பதற்காக ஆகும் என்பது நிச்சயம். പ്രിയമാനവർകളെ വിട്ടുപിരിയുവതാൽ ഏർപ്പെടും തുன்பം വരും. കാമത്തിലും ധർമ്മത്തിലും അധികமான പற்றுതൽ കുറ്റമற்றവകളെയും ത്യാഗം ചെയ്வது ഏർപ്പെടും. ഇല്ലാവിട്ടാൽ ആത്മാരാമനാകിയ ഉമക്ക് മനതിൽ വികാരം എങ്കിരുന്ന് വരും. കാലചക്രത്തെ കയ്യിലേന്തിയിരുപ്പവരെ ശുദ്ധ സത്വസ്വരൂപിയെ அப்படிப்பட்ட குருவாயூரப்ப நீர் என் வியாதியால் விளைந்த துன்பங்களை போக்கி அருளும். സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്യജനമപി ഭവേത് കാമധർമാദിസക്ത്യാ നോ ചേത് സ്വാത്മാനുഭൂതേ ക്വനു തവ മനസോ വിക്രിയാ ചക്രപാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധുനു വ്യാധിതാപാൻ. அதிகமானால் அமிர்தம் விஷம் என்றுதான் ராமாவதாரத்தின் குணபாடம். நித்யானந்த ஸ்வரூபனான பகவானுக்கு ராகமோ தோஷமோ ஒன்றுமில்லை என்று சாரம். பாராயணம். നീതസുഗ്രീവമൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ഛൈ ക്ഷിപ്ത്വാങ്കുഷ്ഠേന ഭൂയോ ലുലവിധയുഗപത്പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യാം വർഷാവേളാമനൈഷീർ വിരഹതരളിതസ്ത്വം മദംഗാശ്രമാന്തേ സുഗ്രീവേണാനുജോക്ത്യാ സഭയമഭിയതാ വ്യൂഹിതാം വാഹിനീം താം ഹൃക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമധദയിതാ മാർഗണായാവനമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കവിഭിരപി തദാ ത്വത്പ്രിയാസപ്രയാസൈ ത്വദ്വാർത്താ കർണനോദ്യത് ഗരുദുരുജവസമ്പാദി സമ്പാദി വാക്യ പ്രോത്തീർണാർണോധിരന്തർനഗരിജനഗജാം വീക്ഷ്യ ദത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണചനരണഃ സോഢബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഝടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ ത്വം സുഗ്രീവാംഗദാദിപ്രബലകപിചമൂചക്രവിക്രാന്തഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധിനിശിചരേന്ദ്രാനുജാശ്രീയമാണ തത്പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്ഥ്യരോഷപ്രാസ്താഗ്നേയാസ്ത്രതേജ സ്ത്രസദുദധിഗിരാലബ്ധവാൻ മധ്യമാർഗം കീശൈരാശാന്തരോപാഹൃതഗിരിനിഗരൈ സേതുമാധാപ്യയാദോ യാതുന്യമർദ്യദംഷ്ട്രാ നഖശിഖരിശിലാസാലശസ്ത്രൈ സ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്ര വേഗാദ്നാഗാസ്ത്രബദ്ധ പദഗപതിഗരുന്മാരുതൈർമോചിതോ ഭൂ സൗമിത്രേണ
ഗായത്രിസ്ത്വത്ര ശക്തി പ്രഹൃതികളദസൂർവാദജാനീത ശൈലഘ്രാണാത് പ്രാണാനുപേതോ വ്യകൃണുത കുസൃതിശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃദ സ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലമഖിലചമൂ ഭക്ഷിണം യക്ഷിണോസ്ത്വം ഗൃഹ്ണൻ ജംഭാരി സംപ്രേഷിതരഥകവചൗ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ഭിന്ദൻ ഗളതതിമബലാമഗ്നിശുദ്ധാം പ്രഗൃഹ്ണൻ ദേവശ്രേണീവരോജ്ജീവിതസമരമൃതൈർ അക്ഷതൈർക്ഷശൃംഖൈർ ലങ്കാഭർത്രാ ച സാഗം നിജനഗരമഗാ സപ്രിയ പുഷ്പകേണ പ്രീതോ ദിവ്യാഭിഷേകൈരയുധസമധികാൻ വത്സരാൻ പര്യരംസീർമൈഥില്യാം പാപവാച ശിവ ശിവ കില താം ഗർഭിണീമഭ്യഹാസി ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയ ശൂദ്രപാശം താവദ്വാൽമീകി ഗേഹേ കൃതവസതിരുപാസൂദസീതാസുദൗ തേ വാൽമീകേസ്ത്വത്സുതോദ്ഗാപിതമധുരകൃതേരാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തു കാമേ ക്ഷിതിമവിശദസൗ ത്വം ച കാലാർത്ഥിതോ ഭൂഃ ഹേതോ സൗമിത്രിഘാതി സ്വയമധ സരയൂമഗ്നനിശേഷഭൃത്യൈ സാഗം നാഗം പ്രയാതോ നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്യജനമഭി ഭവേത് കാമധർമാദിസക്ത്യാ നോ ചേത് സ്വാത്മാനുഭൂതേ ക്വനു തവ മനസോ വിക്രിയാ ചക്രപാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപതേ വ്യാധുനു വ്യാധിതാപാൻ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.